ഇലക്ഷൻ വരാൻ പോവുകയാണ്. മാത്രമല്ല നമുക്കാർക്കും അറിഞ്ഞൂടാ ഇലക്ഷൻ എന്ന് വരുമെന്ന്. ഇലക്ഷൻ കമ്മീഷന് പോലും അറിഞ്ഞൂടാ ഇലക്ഷൻ എന്ന് വരുമെന്ന്. പക്ഷേ ഇന്നലെ ഒരു BJP നേതാവ് വരുന്നുണ്ട് പറയുന്നത് കേട്ടോ, അങ്ങ് പറഞ്ഞു പോയത് അബദ്ധം പറ്റി കേട്ടോ, 13-ാം തീയതി ഇലക്ഷൻ പ്രഖ്യാപിക്കാനിരിക്കല്ലേ, ആണോ എന്ന് ചോദിച്ചപ്പോഴാണ് അല്ല ആയിരിക്കുമല്ലോ പിന്നെ അന്നേരം മനസ്സിലായി, കുഴപ്പം മനസ്സിലായി. അപ്പോൾ ഇതറിയാവുന്ന BJPക്കേ ഉള്ളൂ ഈ ഇലക്ഷൻ എന്ന് വരും എന്നാണ്. അങ്ങനെ 13-ാം തീയതി പ്രഖ്യാപിക്കുമെന്ന് അയാളുടെ വാക്കുകളിൽ നിന്ന് കാണുന്നു കേട്ടോ. ഇതാണ് കാര്യം. ഇരുന്നങ്ങ് പറഞ്ഞു പോയി 13-ാം തീയതി ഏതായാലും ഇലക്ഷൻ പ്രഖ്യാപിക്കാൻ പോകും. 13-ാം തീയതി പ്രഖ്യാപിക്കുന്നുണ്ടോ ഇലക്ഷൻ ചോദിച്ചപ്പോഴാണ് മനസ്സിലായി അങ്ങനെ കുഴപ്പമായിപ്പോയല്ലോ എന്ന്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കടമെടുത്താൽ നാളെ ഇലക്ഷൻ പ്രഖ്യാപിക്കും കേട്ടോ. അപ്പോൾ വേറെ നിവൃത്തിയില്ല. ഇപ്പോൾ ഇലക്ട്രൽ ബോണ്ടിൻ്റെ കാര്യത്തിൽ ജൂൺ 30 വരെ നോക്കി അതൊന്ന് അമർത്താമെന്ന് വിചാരിച്ച് നടക്കുന്നില്ല. അതിനു വേണ്ടിയാണ് ഇത്രയിട്ട് അഴിച്ചത്. അല്ലെങ്കിൽ ഇവർ ഒരു പണ്ടേ ഇലക്ഷൻ പ്രഖ്യാപിച്ചാനേ. എന്തുകൊണ്ട് ഈ ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നില്ല? കഴിഞ്ഞ ഒരു 2 ആഴ്ചയ്ക്ക് മുമ്പ് മുതൽ എന്തുകൊണ്ട് പ്രഖ്യാപിക്കുന്നില്ല എന്നുള്ളതിനെക്കുറിച്ച് ഞാനും ആലോചിച്ച് വേവലാതിപ്പെടുകയായിരുന്നു. ഈ ഇലക്ഷൻ എന്താ പ്രഖ്യാപിക്കാത്ത? ഇവരുടെ സ്വഭാവം അനുസരിച്ച് അവർക്കൊരു നല്ല കാലാവസ്ഥ ഉണ്ട് എന്നുള്ളൊരു തോന്നലൊക്കെ ഉണ്ട്. വളരെ വലിയ, കാരണം രാമക്ഷേത്രം പണിഞ്ഞു കഴിഞ്ഞു, അവിടെ പൂജ ഒക്കെ പ്രധാനമന്ത്രി തന്നെ എല്ലാം റെഡിയാക്കി ചെയ്തു കൊടുത്തു. ഇനി പുതിയ പള്ളികൾ ഇങ്ങനെ തകർക്കാനുള്ളതിനെ കുറിച്ച് ആലോചനകൾ നടക്കുന്നു, അതിങ്ങനെ റെഡിയാക്കി നിർത്തുന്നു. പക്ഷെ അതിലൊന്നും ഇപ്പോൾ ജനങ്ങൾക്ക് വലിയ താല്പര്യവും ശ്രദ്ധയും ഒന്നും ഇല്ല എന്ന് വന്നു. അപ്പം അതങ്ങ് പോയി കഴിഞ്ഞു. ഇനി കേട്ടോ അപ്പോൾ ഇനി പുതിയതായിട്ട് എന്തെങ്കിലുമൊക്കെ പുതിയ കാര്യങ്ങൾ വേണം. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഈ ഒരൊറ്റ അടി വരില്ല ഈ ഇലക്ട്രൽ ബോണ്ടിൻ്റെ ഇങ്ങനെ വന്നു. അതിനെതിരെ വീതി വന്നിട്ട് ഇത് പുറത്താക്കണം. അതുകൊണ്ടാണ് ഇത് മിണ്ടാതെ ഇപ്പോൾ ഇലക്ഷനെ കുറിച്ചൊന്നും പ്രഖ്യാപിക്കാതെ വെച്ചുകൊണ്ടിരുന്നത്. പക്ഷേ അത് ഇന്നലെ വരെ നോക്കിയതാ. ഇന്നലെ എങ്കിലും ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, ചിലപ്പോൾ ഇതങ്ങ് നടന്നു പോകുന്നു. ഇങ്ങനെ ഈ സുപ്രീം കോടതിയിൽ ഇരിക്കുന്ന പൊട്ടന്മാരാണ്, അവർ അനങ്ങാതെ ഇത് കൊടുക്കും എന്നുള്ളൊരു ധാരണയുണ്ടായിരുന്നു. വിധി പ്രഖ്യാപിച്ചാണ്, ഇന്ത്യയിലെ പരമോന്നത കോടതി പ്രഖ്യാപിച്ച വിധിയാണ്. ആ വിധി നടപ്പാക്കാതെ, അതൊന്നും കൊടുക്കാതെ SBI കൊണ്ട് പതുക്കെ ഒരു അപേക്ഷ കൊടുപ്പിച്ചു. അവർക്ക് വലിയ ജോലിഭാരമാണ്. അവർക്ക് ഇവിടുന്ന് രാവിലെ പകലാവും, രാത്രി ഈ നേരെ ഇരുട്ടും. ഇതൊക്കെ പറഞ്ഞാൽ അത് അങ്ങ് അടപ്പൂരി എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടു പോകാം എന്നുള്ള ഒരു ധാരണയിലാണ് ഒരു പ്രശസ്തനായ അഭിഭാഷകനെ കൊണ്ട് അത് അങ്ങോട്ട് വാദിപ്പിക്കാൻ പോയത്. ഇന്നലെ അത് എടുത്തപ്പം മുതൽ തന്നെ കാര്യങ്ങൾ മനസ്സിലായി. അതിൻ്റെ കാര്യം, ഇതിൻ്റെ വക്കീലന്മാരായിട്ട് അത് 2 പേര് കണ്ടംപ്റ്റ് കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത്, കോർട്ടലക്ഷ്യം കൊടുത്തു കഴിഞ്ഞപ്പോൾ അതിനകത്ത് ഒന്ന് കപിൽ സിബാലാണ് അപ്പിയർ ചെയ്യുന്നത് സുപ്രീം കോടതിയിലെ. അതുപോലെ തന്നെ ഈ 1-ാമത്തെയോ 2-ാമത്തെയോ അഭിഭാഷകനെന്ന് പറയാവുന്ന ഒരാൾ അദ്ദേഹമാണ്. അപ്പോൾ ഞങ്ങൾക്ക് ചിലത് പറയാനുണ്ടെന്ന് പറഞ്ഞു ഹിയർ വി ആർ ഗോയിങ് ടു ഡിക്റ്റേറ്റ് എ ജഡ്ജ്മെൻറ്റ്, ഞങ്ങളൊരു ഓർഡർ ഡിക്റ്റേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും ഫാക്ച്വലായിട്ടുള്ള എറർ വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ യു ക്യാൻ പോയിന്റ് ഔട്ട്, കാണിച്ചാൽ മതി. എന്നാൽ ഇവരുടെ വാദം പോലും കേൾക്കേണ്ട സുപ്രീം കോടതിക്ക്. ഇത് വന്നപ്പോഴത്തേക്ക് തന്നെ ഞാനിത് കണ്ടുകൊണ്ടിരിക്കുകയാണ് ലൈവായിട്ട് കാണാൻ കിട്ടി. അപ്പോൾ അത് കേട്ടപ്പോൾ തന്നെ എനിക്ക് കാര്യം മനസ്സിലായി എന്തോ സംഭവിക്കാൻ പോകുന്നതെന്ന്. അല്ലാതെ തന്നെ എൻ്റെ പ്രതീക്ഷ പോലുള്ളത് തന്നെ ഓർഡർ തന്നെ ഇന്നലെ വന്നത്. അപ്പോൾ ഇത് നിങ്ങൾ വേണ്ട, അന്നേരം അങ്ങനെ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ട് ഡിക്റ്റേറ്റ് ചെയ്തു. അവർക്ക് ഇനി ഒന്നും പറയാനില്ല. കാരണം അവർ പറയാൻ ഉദ്ദേശിക്കുക കാര്യങ്ങൾ അതിനപ്പുറത്തതും മുൻകൂട്ടി കണ്ട് സുപ്രീം കോടതി അത് ചെയ്തു എന്നുള്ളതാണ്. അത് നമുക്ക് നമ്മുടെ ജുഡീഷ്യറിയുടെ അന്തസ്സ് ഉയർത്തിപ്പിടിക്കുന്ന ഒരു വിധി തന്നെയാണ്. അപ്പോൾ അത് വന്നു കഴിഞ്ഞപ്പോൾ അതിനെ അടിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഇതും കൊണ്ട് പൊക്കി പിടിച്ചുകൊണ്ട് ഇങ്ങോട്ട് വന്നേക്കുന്നത് CAA.